നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 മെയ് 28, 29 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷവിവരങ്ങൾ ഏറ്റവും ചുരുക്കിയാണ് ഇതിൽ പറയാൻ ശ്രമിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞു തരുന്നതിന് ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാൻ വാട്സാപ്പിലൂടെ മറുപടി പറയുന്നതാണ്. ഫോൺ വിളിക്കരുത്. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ഈ ഫലങ്ങൾ കൃത്യമായിട്ട് ഉള്ള ടൈമിങ് പറയുകയാണെങ്കിൽ മെയ് 27 വൈകിട്ട് 6:59 PM മുതൽ മെയ് 30 രാവിലെ 6:38 AM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. ആദ്യം ഭാഗ്യനിറങ്ങൾ പറയാം. 28-ാം തീയതി വ്യാഴാഴ്ച മഞ്ഞ, 29-ാം തീയതി വെള്ളിയാഴ്ച ചുവപ്പ് അല്ലെങ്കിൽ വെള്ള, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനമുണ്ടാകുന്നതാണ്. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. 28, 29 തീയതികളിൽ രാവിലെ 4:30 AM മുതൽ 5:18 AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം. 28, 29 തീയതികളിൽ അഭിജിത്ത് മുഹൂർത്തം 28, 29 തീയതികളിൽ രാവിലെ 11:54 AM മുതൽ 12:44 PM വരെയാണ് അഭിജിത്ത് മുഹൂർത്തം. 28, 29 തീയതികളിൽ അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്കും ക്ഷേത്ര ദർശനത്തിനും സമയം കണ്ടെത്തുക. ഇനി രാഹുകാലം നോക്കാം. 28-ാം തീയതി ഉച്ചയ്ക്ക് 1:52 PM മുതൽ ഉച്ചയ്ക്ക് ശേഷം 3:26 PM വരെയാണ് രാഹുകാലം. 28-ാം തീയതി 29-ാം തീയതി രാഹുകാലം രാവിലെ 10:46 AM മുതൽ ഉച്ചയ്ക്ക് 12:19 PM വരെയാണ് രാഹുകാലം. 29-ാം തീയതി രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക, പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. ഇനി ഫലങ്ങൾ നോക്കാം. ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്. 29-ാം തീയതി മെയ് 29-ാം തീയതി രാവിലെ 11:13 AM ബുധൻ സ്വക്ഷേത്രമായ മിഥുനം രാശിയിൽ ഭദ്രയോഗത്തോടു കൂടി വരുന്നു. അപ്പോൾ നേട്ടങ്ങളുള്ളവർക്ക് കൂടുതൽ നേട്ടമായിരിക്കും. കാര്യം ബുധൻ സ്വക്ഷേത്രമായ മിഥുനം രാശിയിൽ വരികയാണ്. അപ്പോൾ അത് ഓരോ രാശിക്കും അതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു, പ്രത്യേകം വീഡിയോ ചെയ്തിരുന്നു, അത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യം മേടം രാശി. അശ്വതി ഭരണി കാർത്തിക ആദ്യ പാദം. മേടം രാശിക്ക് അനുകൂലമല്ലാത്ത രീതിയിലാണ് ബുധൻ വരുന്നത്. എങ്കിലും അതുവരെ, അതായത് 29-ാം തീയതി രാവിലെ 11:13 AM വരെ ഇവർക്ക് ഗുണാധിക്യം നമുക്ക് പറയാം. കാര്യം അതുവരെ ബുധൻ ഉൾപ്പെടെ 5 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. ഇവർക്ക് ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യതയുണ്ട്. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ട്. ബന്ധങ്ങൾ ഊഷ്മളമാവും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. പ്രത്യേകിച്ച് 29-ാം തീയതി രാവിലെ 11:15 വരെ. ഓക്കെ, ഇവർക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങൾ ചൊവ്വ ജന്മത്തിലാണ്, 12-ാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത് 7 ശനി ഇളരൂപത്തിൽ ശനിയും പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ അപകടങ്ങൾ കരുതി ഇരിക്കുക. അതുപോലെ തന്നെ യന്ത്രസാമഗ്രികൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. തീയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ശ്രദ്ധിക്കുക. ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. മേടം രാശിക്ക് 29-ാം തീയതി രാവിലെ 11:13 AM വരെ ഗുണാധിക്യമാണ്. ഇനി ഇടവൻ രാശി.
ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. പ്രത്യേകിച്ച് 29-ാം തീയതി രാവിലെ 11:13 AM ശേഷം ബുധൻ 2ാം ഭാവത്തിൽ ധനസ്ഥാനത്ത് അനുകൂലമായിട്ടുള്ള രീതിയിൽ ഭദ്രയോഗത്തോടുകൂടി നിൽക്കുന്നു. അപ്പോൾ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവുണ്ടാവും. ഇവർക്ക് തീർത്ഥയാത്രകൾക്ക് പോകാനുള്ള അവസരം വരുന്നു. ഭൗതിക സുഖങ്ങൾ, അതുപോലെ തന്നെ സർവ്വവിധ സൗഭാഗ്യം, വ്യാഴം അനുകൂലമാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കുക, ജൂൺ 2-ന് ശേഷം വ്യാഴം അനുകൂലമല്ലാതായി മാറും. അപ്പോൾ അതിനു മുമ്പായിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. ഇളവൻ രാശിക്കാരെക്കുറിച്ച് ഞാനൊരു പ്രത്യേകം വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് മെയ് 29 മുതൽ 31 വരെ 3 ദിവസം ഇവർക്ക് നല്ല ദിവസമാണെന്ന് പറഞ്ഞ് ഇട്ടിട്ടുണ്ട്. അത് ദയവായി കാണാൻ ശ്രമിക്കുക. ഇവർക്ക് സൂര്യൻ ജന്മത്തിൽ നിൽക്കുന്നു, ചൊവ്വ നഷ്ടസ്ഥാനത്ത് വ്യയസ്ഥാനത്ത് നിൽക്കുന്നു. ശാരീരിക മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാവാം. വാഹനങ്ങൾ ഓടിക്കുമ്പോൾ സൂക്ഷിക്കുക. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. ഇവർക്ക് ശനി അനുകൂലമാണ്. അപ്പോൾ എല്ലാ കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കും. സാങ്കേതിക മികവ് കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. പൊതുവെ മെയ് 29 രാവിലെ 11:15 ശേഷം 31-ാം തീയതി വരെ ഇവർക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. അത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ദയവായി അതും കാണാൻ ശ്രമിക്കാം. ഇനി മിഥുനം രാശി. മകയിരം അവസാന 2 പാദം, തിരുവാതിര പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ബുധനും വ്യാഴവും ഗ്രഹനിലയിൽ അനുകൂലമായവർക്ക് ജൂൺ 2-ന് മുൻപേ തന്നെ വ്യാഴമാറ്റത്തിൻ്റെ ഗുണഫലങ്ങൾ കിട്ടിത്തുടങ്ങും. ഇവരെ ഞായറാഴ്ച ശിവന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചൊവ്വ അനുകൂലമായിട്ട് നിൽക്കുകയാണ്. 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത്. അതും സ്വക്ഷേത്രപരമായിട്ട് രുചക യോഗത്തോടുകൂടി നിൽക്കുകയാണ്. അപ്പോൾ ഇവർക്ക് അത് ജൂൺ 22 വരെ അനുകൂലമാണ്. കറക്റ്റ് ഡേറ്റ് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല. എന്തായാലും അത് ഇപ്പോൾ മെയ് 22 മറ്റോ ആണ്. മെയ് 11-നാണ് മാറിയത്. അത് ജൂൺ മാസം വരെ ഇവർക്ക് അനുകൂലമാണ്. അപ്പോൾ ആ നേട്ടം ഇവർക്ക് കൂടുതൽ പൊലിമയോടെ ലഭിക്കും. ചൊവ്വയുടെ അനുകൂലഭാവം കാരണം സ്വക്ഷേത്രപരമായിട്ട് മേടം രാശിയിൽ രുചക യോഗത്തോടു കൂടിയാണ് ചൊവ്വ നിൽക്കുന്നത്. അപ്പോൾ നിയമപ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റം, രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച, അതുപോലെ തന്നെ ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവുണ്ടാവും. പൊതുവെ മിഥുനം രാശിക്ക് ജൂൺ 2 മുതൽ അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങൾ വരാൻ പോവുകയാണ്. വലിയൊരു കാലഘട്ടം അവർക്ക് തുറന്നു കിട്ടുകയാണ്. മിഥുനം രാശിക്ക് ഈ ദിവസങ്ങളിൽ ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി കർക്കിടകം രാശി. പുണർദം അവസാന പാദം, പൂയ ആയില്യം. ഇവർക്ക് ബുധൻ പ്രതികൂലമായിട്ട് വരികയാണ്. 12-ാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത് നഷ്ടസ്ഥാനത്ത് വരികയാണ്.
അപ്പോൾ 29-ാം തീയതി രാവിലെ വരെ ഇവർക്ക് അനുകൂലമായ മണിക്കൂറുകളാണ്. അതുകൂടാതെ കർമ്മഭാവത്തിൽ ചൊവ്വ, ലാഭസ്ഥാനത്ത് സൂര്യൻ, അപ്പോൾ നേട്ടങ്ങൾ വരേണ്ടതാണ്. എങ്കിലും ഇവിടെ ചന്ദ്രൻ ഡയറക്റ്റായിട്ട് അനുകൂലമല്ല, 4-ാം ഭാവത്തിൽ കേന്ദ്രഭാവത്തിൽ നിൽക്കുന്നു. എങ്കിലും ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് ഫലം പറയുന്നത്. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം ഉണ്ടാവും, രാഷ്ട്രീയ രംഗത്ത് പൊതുരംഗത്ത് ഉയർച്ച ഉണ്ടാവും, കർമ്മരംഗത്ത് ഒരു തിരക്ക് പിടിച്ച അവസ്ഥയായിരിക്കും, എങ്കിലും അത് നേട്ടമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതുകൂടാതെ സൂര്യൻ 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഇടവമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം ഇവ അനുഭവപ്പെടും. 11-ാം തീയതി രാവിലെ വരെ ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനപരമുണ്ടാവും, ബന്ധങ്ങൾ ഊഷ്മളമാവും. പൊതുവെ കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. വ്യാഴം പ്രതികൂലമായിട്ട് തുടരുന്നു. അത് ജൂൺ 2-ന് ശേഷവും പ്രതികൂലമായിട്ട് തന്നെയായിരിക്കും നിൽക്കുക. എങ്കിലും വ്യാഴം ഉച്ചരാശിയിൽ ജന്മത്ത് വരുന്നത് ചില ജ്യോതിഷികൾ അത് ഗുണകരമായിട്ട് ഫലം പറയും. എങ്കിലും ഗുണദോഷ സമ്മിശ്രമായിട്ട് ഞങ്ങൾ അത് പറയുന്നുള്ളൂ. എങ്കിലും ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കും. ഒന്നാമത് ശുഭഗ്രഹമാണ് വ്യാഴം. അതുകൂടാതെ ഉച്ചരാശിയായ കർക്കിടകം രാശിയിലാണ് ഹംസയോഗത്തോടുകൂടി വ്യാഴം വരാൻ പോകുന്നത്. എങ്കിലും അഷ്ടമത്തിൽ സർപ്പം പ്രതികൂലമായിട്ട് തന്നെ തുടരുന്നു. വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ചിങ്ങം രാശി, മകം, പൂരം, ഉത്രം, ആദ്യപാദം. ഇവരെക്കുറിച്ച് ഞാൻ പ്രത്യേക ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാൻ ശ്രമിക്കുക. ഈ ദിവസങ്ങളിൽ 28, 29 തീയതികളിൽ ഇവർക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഓക്കെ. പ്രതികൂലമായിട്ട് ശനി, സർപ്പം, ശിഖി ഇവ നിൽക്കുന്നു. ശാരീരിക മാനസിക അസ്വസ്ഥതകളുണ്ടാവാം. അഷ്ടമശനിയാണ്. ഓക്കെ. അപ്പോൾ ഇവർ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. 5 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരുന്നു. അതിൽ തന്നെ പ്രത്യേകം എടുത്തു പറയേണ്ടത് ചന്ദ്രൻ, ശുക്രൻ, വ്യാഴം. അതുകൊണ്ട് ഭൗതിക സുഖങ്ങൾ, ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, തീർത്ഥയാത്രകൾക്ക് വഴിയൊരുങ്ങും. അതുപോലെ തന്നെ സൂര്യൻ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് കർമ്മഭാവത്തിൽ. അപ്പോൾ ഇടവം, മിഥുനം മാസങ്ങളിൽ ഇവർക്ക് നേട്ടങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് തൊഴിൽ രംഗത്ത് തിരക്ക് പിടിച്ച അവസ്ഥയായിരിക്കും ഇടവമാസം മുഴുവൻ. എങ്കിലും അവർക്ക് നേട്ടങ്ങൾ കൊയ്ത് എടുക്കാൻ പറ്റും. അതുപോലെ പിതൃഗുണം, സന്താന നേട്ടം, കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. ചിങ്ങൻ രാശിക്ക് ഗുണാധിക്യമാണ് ഈ ദിവസങ്ങളിൽ പറയുന്നത്. ഇവരെക്കുറിച്ച് പ്രത്യേകം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ദയവായി അതും കാണാൻ ശ്രമിക്കുക. ഇനി കന്നിരാശി, ഉത്രം അവസാന 3 പാദം, അത്തം, ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. 5 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. ബുധൻ ഇവർക്ക് 29-ന് ശേഷം 29-ാം തീയതി രാവിലെ മുതൽ കർമ്മഭാവത്തിൽ വരുന്നു. അത് നല്ലതാണ്. ഓക്കെ. ബൗദ്ധിക മേഖലയിൽ നേട്ടമുണ്ടാവും. ഇവർക്ക് ശനിയും ചൊവ്വയും പ്രതികൂലമാണ്. അപ്പോൾ ശാരീരിക മാനസിക അസ്വസ്ഥതകൾ പ്രതീക്ഷിക്കുക. വാഹനങ്ങൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. യന്ത്രസാമഗ്രികൾ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. വീഴ്ച ഒരു കരുതലുണ്ടാവുക. ഇവർ ചൊവ്വാഴ്ച മുരുകന്
വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതം എടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. പൊതുവെ ഇവർക്ക് ജീവിത പങ്കാളിയായിട്ടോ അതുപോലെ തന്നെ പൊതുവായിട്ട് ഓപ്പോസിറ്റ് സെക്സുമായിട്ട് ഇവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 7ാം ഭാവത്തിൽ ശനി നിൽക്കുന്നു. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഇവർക്ക് കാര്യമായ നേട്ടങ്ങളൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ഭാഗ്യപരീക്ഷണങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട്. കന്നി ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി തുലാം രാശി, ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്ക് ചൊവ്വയും സൂര്യനും പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ഇവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സെക്സുമായിട്ട് പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ശാരീരിക മാനസിക അസ്വസ്ഥതകളുണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം സൂര്യനും പ്രതികൂലമായിട്ട് അഷ്ടമത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം, നിയമപരമായ പ്രശ്നങ്ങളുണ്ടാവാം. പിതാവിനും സന്താനങ്ങൾക്കും ദുരിതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് 29-ാം തീയതി 11:15 ശേഷം ബുധൻ അനുകൂലമല്ലാതാവും. അനുകൂലമല്ലാതാവും. എങ്കിലും ഭാഗ്യസ്ഥാനത്താണ്. എങ്കിലും ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലമാണ് ബുധൻ തരാൻ പോകുന്നത് 29-ാം തീയതി രാവിലേക്ക് ശേഷം. അതുവരെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവുണ്ടാവും. പിന്നെ ഇവർക്ക് തീർത്ഥയാത്രകൾക്ക് പോകാനുള്ള അവസരം ഒരുങ്ങും. ഓക്കെ. ചന്ദ്രൻ, ശുക്രൻ, വ്യാഴം ഇവ അനുകൂലമായതിനാൽ ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവും ഭൗതിക സുഖങ്ങൾ. പിന്നെ ശനി അനുകൂലമായതിനാൽ ഇവർക്ക് ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കും. പിന്നെ ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. തുലാം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി വൃശ്ചികം രാശി, വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. വ്യാഴം അനുകൂലമായിട്ട് വരുന്നതിൻ്റെ ഒരു പ്രതിഫലനങ്ങൾ കണ്ടു തുടങ്ങും. ജൂൺ 2 ശേഷം അനുകൂലമാണ്. ഭാഗ്യസ്ഥാനത്ത് ആണ് ഇവർക്ക് 9-ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്താണ് വ്യാഴം വരാൻ പോകുന്നത്. എങ്കിലും ഇവിടെ സൂര്യനും വ്യാഴവും പ്രതികൂലമാണ്. ഓക്കെ. 7-ാം ഭാവത്തിൽ സൂര്യൻ. അപ്പോൾ ജീവിത പങ്കാളിയായിട്ട് പ്രശ്നം ഉണ്ടാവാം. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സെക്സുമായിട്ട് പ്രശ്നങ്ങളുണ്ടാവാം. ഇടവം, മിഥുനം മാസങ്ങളിൽ സൂര്യൻ പ്രതികൂലമായതിനാൽ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം. അതുപോലെ തന്നെ ശാരീരിക അസ്വസ്ഥതകളും പ്രതീക്ഷിക്കാം. ഞായറാഴ്ച ശിവന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ബുധൻ അനുകൂലമായിട്ട് വരുന്നു. അഷ്ടമത്തിൽ ശുക്രനും ബുധനും അനുകൂലമാണ്. അപ്പോൾ ബുധൻ്റെ മാറ്റത്തിന് ശേഷം 29-ാം തീയതി രാവിലെ 11:15 ശേഷം കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ബന്ധങ്ങൾ ഊഷ്മളമാവും. ചൊവ്വ ഇവർക്ക് ഇപ്പോൾ അനുകൂലമാണ്. അപ്പോൾ വാഹന ലാഭം, അതുപോലെ തന്നെ തൊഴിൽ രംഗത്തെ ശത്രുക്കൾ അവരുടെ ശത്രുത വെടിയും. അതുപോലെ തന്നെ ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങളുണ്ടാവും. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ധനുരാശി, മൂലം, പൂരാട, ഉത്രാടം ആദ്യപാദം. ധനുരാശിക്ക്
ബുധൻ അനുകൂലമല്ലാതാവുന്നു 29-ാം തീയതി രാവിലെ 11:15 ശേഷം. എങ്കിലും ഇവർക്ക് ഗുണാധിക്യം ഞങ്ങൾ പറയുന്നു. കാരണം ശനി മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടുള്ളത്. ബുധൻ 7-ാം ഭാവത്തിലേക്ക് മാറുന്നു. എങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓപ്പോസിറ്റ് സെക്സുമായിട്ട് സംസാരിക്കുമ്പോൾ സംസാരത്തിൽ നാവ് പിഴ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് 6-ാം ഭാവത്തിൽ ഇടവമാസം മുഴുവൻ സൂര്യൻ അനുകൂലമായിട്ട് നിൽക്കുന്നതിനാൽ തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം ഇവ ഉണ്ടാവാം. അതുപോലെ തന്നെ വ്യാഴം നമുക്ക് ജൂൺ 2-ാം തീയതി വരെ അനുകൂലമാണ്, അതിനുശേഷം പ്രതികൂലമായിട്ട് മാറും. അപ്പോൾ ജൂൺ 2-ന് മുമ്പ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യതയുണ്ട്. വിവിധ സ്രോതസ്സിൽ നിന്ന് സ്ഥാനവരം ഉണ്ടാവും. ഭൗതിക സുഖങ്ങൾ, ദൈവാധീനം, അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ജൂൺ 2-ന് മുമ്പ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക. ഇവർക്ക് കണ്ടകശനിയാണ്, 4-ാം ഭാവത്തിൽ ശനി. അപ്പോൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇനി മകരം രാശി. ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. വ്യാഴത്തിൻ്റെ മാറ്റങ്ങൾ ഇവർക്ക് ഇപ്പോഴേ കണ്ടു തുടങ്ങും. എങ്കിലും നമ്മൾ ചൊവ്വയും പ്രതികൂലമാണ്. അപ്പോൾ ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. വ്യാഴം അനുകൂലമായിട്ട് വരുന്നു 7-ാം ഭാവത്തിലേക്ക്. ദാമ്പത്യ ജീവിതത്തിൽ പ്രധാനപ്പെട്ട നല്ല കാര്യങ്ങൾ സംഭവിക്കും. എങ്കിലും നമ്മൾ ഗുണവർദ്ധനവിന് വേണ്ടി വ്യാഴം അനുകൂലമായിട്ട് നിൽക്കുമ്പോഴും മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. പൊതുവെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമെങ്കിലും പൊതുവെ ഇവർക്ക് ഒരു വിജയസാധ്യത എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാവും. ബുധൻ അനുകൂലമായിട്ട് വരുന്നു. അപ്പോൾ കൂടുതൽ നേട്ടമാണ്, പ്രത്യേകിച്ച് 29-ാം തീയതി രാവിലെ തൊട്ട്. പൊതുവെ മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമെങ്കിലും പൊതുവെ ഇവർക്ക് ഈ വ്യാഴമാറ്റത്തിൻ്റെ ഒരു അനുകൂല ഭാവം ഇപ്പോഴേ കണ്ടു തുടങ്ങും. പ്രത്യേകിച്ച് വ്യാഴവും ശനിയും ഒക്കെ ഗ്രഹനിലയിൽ അനുകൂലമായവർക്ക് നേരത്തെ തന്നെ വ്യാഴമാറ്റത്തിൻ്റെ ഗുണഫലങ്ങൾ വന്നു തുടങ്ങും. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഈ ദിവസങ്ങൾ. ഇനി കുംഭൻ രാശി. അവിട്ടം അവസാന 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭൻ രാശിക്ക് വ്യാഴം അനുകൂലമല്ലാതായി മാറുന്നു 29-ാം തീയതി രാവിലെ 11-ന് ശേഷം. ഓക്കെ, എങ്കിലും ഇവർക്ക് ചൊവ്വ ഇവിടെ അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ വാഹന ലാഭം ഉണ്ടാവാം. കാരണം ചൊവ്വ, ശുക്രൻ, വ്യാഴം ഇവ അനുകൂലമാണ് ഇപ്പോൾ. അപ്പോൾ അത് തീർത്ഥയാത്രകൾക്കും ഉല്ലാസയാത്രകൾക്കും വഴിയൊരുങ്ങും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭൗതിക സുഖങ്ങൾ, അതുപോലെ തന്നെ ബന്ധങ്ങൾ ഊഷ്മളമാവും. ദാമ്പത്യ ജീവിതം കൂടുതൽ ശക്തിപ്പെടും. വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് അനുകൂലമായ മാറ്റം. എങ്കിലും വ്യാഴം ജൂൺ 2-ന് പ്രതികൂലമായിട്ട് വരികയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. ശനി പ്രതികൂലമാണ്. അപ്പോൾ ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് അതുപോലെ ശിവനും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക എല്ലാ ദിവസവും. കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി മീനം രാശി. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക്
29-ാം തീയതി രാവിലെ തൊട്ട് ബുധൻ അനുകൂലമായിട്ട് വരും. ജൂൺ 22 വരെ, അതെ, ജൂൺ 22 വരെ അനുകൂലമായിട്ട് ബുധൻ സ്വക്ഷേത്രത്തിൽ ഭദ്രയോഗത്തോടുകൂടി മീനം രാശിക്ക് അനുകൂലമായിട്ട് വരികയാണ്. അപ്പോൾ 29-ാം തീയതി തൊട്ട് ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരം ഉണ്ടാവും. ഇടവ മാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം ഇവ പ്രതീക്ഷിക്കാം. എങ്കിലും ജന്മശനിയാണ്. അപ്പോൾ വ്രതമെടുത്ത് ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. മീനം രാശിക്ക് ജൂൺ 2 തൊട്ട് നേട്ടങ്ങൾ വലിയ ഘോഷയാത്രയായിട്ട് വരിക തന്നെ ചെയ്യും. കാര്യം 5-ാം ഭാവത്തിൽ വ്യാഴം വരാൻ പോവുകയാണ്. അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളാണ്. അതുപോലെ വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.